വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാനിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെയും കൊണ്ടൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചേ. വരും തലമുറയ്ക്കൊക്കെ അറിയാൻ പറ്റത്തില്ലല്ലോ, അന്നേരമൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു 1/2 കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ അങ്ങ് ഇതായിട്ട് അരിയരുത്, ഇത്രയുള്ള കഷ്ണം വിടാം. തീരെ അരിഞ്ഞ് കഴിഞ്ഞ് അങ്ങ് പൊടിഞ്ഞ് ഇതായിപ്പോവും. അപ്പോൾ എന്നാലും വലുതും ആക്കണ്ട, ഇതുപോലെയൊക്കെ അരിഞ്ഞെടുക്കുക. പിന്നെ ചെറിയ ഉള്ളി 1 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അതും തീരെ ചെറുതാക്കണ്ട, അങ്ങോട്ട് 2-3 കഷ്ണമൊക്കെ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം. വെണ്ടയ്ക്കൊക്കെ നല്ലതല്ലേ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. നമ്മൾ വെളിച്ചെണ്ണ ചൂടായേ, അതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേ. കടുക് പൊട്ടട്ടെ. നമ്മൾ കടുകൊക്കെ പൊട്ടിയേ, കടുകൊക്കെ പൊട്ടി വരുന്നു. ഈ പൊട്ടിയ കടുകിലോട്ട് പൊട്ടിക്കഴിഞ്ഞേ 1 ടീസ്പൂൺ അരി, ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്കവാറും തോരൻ എല്ലാത്തിനും അരിയായിട്ട് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് 2 കൊത്ത് കറിവേപ്പില, ഇതിലോട്ട് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞില്ലേ, സാമ്പാർ ഉള്ളി, അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ച ഇത് വാടുമൊന്നും വേണ്ട, ഡയറക്റ്റ് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് ഉള്ളി വാടാനൊന്നും നിൽക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇനി ഇത് അടയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെ തുറന്ന് തന്നെ നമുക്കിത് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കേ. ഇതിനൊരു ഒരു ഒരു പശപ്പില്ലേ, അതൊന്ന് മാറിക്കിട്ടണം. അതങ്ങ് മാറിപ്പെട്ടണം. ഇതിലോട്ട് എൻ്റെ ആ ഒരു മെഴുമെഴുപ്പ് കണ്ടില്ലേ, അതിപ്പോൾ അങ്ങ് മാറിക്കോളും. ഒത്തിരി ഇട്ടങ്ങ് കുത്തി ഉടച്ച് ഇളക്കരുതേ, വെണ്ടയ്ക്ക ഉടഞ്ഞു പോകും. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറയ്ക്കേ, നമുക്ക് അതിൻ്റെ തീ ഒന്ന് കുറയ്ക്കാം. ഒത്തിരി കുറയ്ക്കണ്ട, മീഡിയത്തിൽ വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കേ. ഇതിന് ഞാൻ 1 മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. അതിനവിടെ എന്താണ്ട് ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ ചതച്ച മുളക്. ഒന്ന് ഇളക്കട്ടെ. എപ്പോഴും ഇളക്കുമ്പോൾ ഈ വെണ്ടയ്ക്ക
അതാ അടിയിൽ തവി ഇങ്ങനെ വെച്ചിട്ട്, അല്ലാതെ ഇങ്ങനെ കൊണ്ടിട്ട് ഇളക്കില്ല. ഇളക്കി കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണേ. ഇനി ഇതിനകത്ത് രണ്ട് കറിവേപ്പില ഇടാം. ഇത് പിടിക്കണേ. ഇത് റെഡിയായിട്ട് ഇത് കുഴച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈസി പണിയല്ലേ. അടച്ചു കൊടുക്കല്ലേ. അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പൊക്കോളും. നമ്മൾ ചെറിയ ഉള്ളിയല്ലേ, ചെറിയ ഉള്ളി അരിഞ്ഞിട്ടേക്കുമല്ലേ, വേവാനൊന്നും വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേ. നമ്മൾ വെണ്ടയ്ക്ക തോരൻ റെഡിയായി വരുന്നുണ്ട്. വെണ്ടയ്ക്ക നല്ല വാടി വരുന്നു. ഒക്കെ ഒന്നുപോലും പൊടിഞ്ഞിട്ടില്ല. ഇളക്കുന്ന രീതി അങ്ങനെയാണേ, ഇങ്ങനെ ഇളക്കാവുള്ളൂ. പാത്രത്തോട് ചേർന്ന് തവി വെച്ചിട്ട് ഞാൻ ഇളക്കുക. വെണ്ടയ്ക്കയിൽ അധികം ചെയ്യാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 4-5 മിനിറ്റ് 5-6 മിനിറ്റ് മതി. അത് തീരെ അങ്ങ് കുറയ്ക്കണ്ട. മീഡിയം, ഏറ്റവും കുറവിൽ ഇച്ചിക്കൂടെ, മീഡിയത്തിലും വരണ്ട. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കേ. ഞാൻ ഇതിൻ്റെ ഉപ്പ് ഉണ്ട്, എന്നാലും ഇച്ചിക്കൂടെ വേണം. കാര്യം തേങ്ങയും കൂടെ ഒക്കെ ഇടുമ്പോൾ മതി. കഞ്ഞി, ചോറ് ഒക്കെ എന്ത് രസമായി കഴിക്കാൻ. വെണ്ടയ്ക്ക ഏറ്റവും നല്ലതല്ലേ. വെണ്ടയ്ക്ക നല്ല ടേസ്റ്റാണ് ചോറുണ്ണാനും. പല രീതിയിലും നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടാക്കാം. ഇവിടുത്തെ ഒരു മിക്കവാറും ഉള്ളൊരു വെജിറ്റബിൾ ഐറ്റം ആയിരിക്കും ഞങ്ങളുടെ വെണ്ടയ്ക്ക. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ടേ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വെണ്ടയ്ക്ക കണ്ടിക്കുമ്പോൾ സൂക്ഷിക്കണേ. അതിനകത്ത് ഈ പുഴു, കുറുപ്പൊക്കെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, അതൊക്കെ കളയണം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കൈ ഇട്ടൊന്ന് നല്ല കൈ കൊണ്ടൊന്ന് ഞരടിയെടുക്കുക നല്ലതുപോലെ. നമ്മുടെ അരപ്പ് നല്ല മിക്സ് ചെയ്ത് കേട്ടോ, നല്ല മിക്സ് ചെയ്യണം നല്ലതുപോലെ. ഇനി ഇതിനകത്തോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കേ. ഇങ്ങനെ കിടക്കട്ടെ. അടയ്ക്കൊന്നും ചെയ്യല്. ഞാൻ കൈ കഴുകണം. നമുക്ക് ഈ അരപ്പും വെണ്ടയ്ക്കായിട്ടൊക്കെ നല്ല മിക്സ് ചെയ്യേ. അരപ്പൊന്ന് വേണം. ഇനി ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. അടയ്ക്കല് തുറന്ന് തന്നെ ഇങ്ങനെ കിടന്നോട്ടെ. ഒന്ന് തീ കുറയ്ക്കാം. നമ്മുടെ തോരൻ റെഡിയായേ. ഓക്കെ. ഒരു എണ്ണം പോലും, ഒരു വെണ്ടയ്ക്ക പോലും ഉടഞ്ഞിട്ടുമില്ല, കുഴഞ്ഞിട്ടുമില്ല. കറക്റ്റ് പാകത്തിന് റെഡിയായി. എന്നാൽ ഇളക്കാതെ ഇരിക്കല്ലോ, ഇളക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ എന്നാലും ഇങ്ങനെ കുത്തി ഇളക്കല്. ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ. കണ്ടില്ലേ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ.
അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും, പക്ഷേ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം. വെണ്ടയ്ക്ക ചോറൊക്കെ ഉണ്ണാനൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ. ഒത്തിരി ഇട്ട് ഫ്രൈ ചെയ്തൊന്നും ആക്കും വേണ്ട, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് വരെ കഴിക്കാൻ എൻ്റെ പൊന്നെ എന്ത് ടേസ്റ്റാണ് ഇത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ.